വെൽക്കം ബാക്ക് ടു ആദൂസ് വ്ലോഗ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ചോറട്ടി ഇടിയപ്പോൾ കൊണ്ടായിക്കൊണ്ട് നിന്ന് കേട്ടോ. അപ്പോൾ മണി 6 ആയിട്ടുണ്ട്. ഉടനെ തന്നെ വാപ്പ കുളിച്ചൊരുങ്ങി പുതിയ ഷർട്ട് മുണ്ടോ കൊടുത്ത് വന്നിട്ടുണ്ട്. വാപ്പാക്ക് എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ രാവിലെ റെഡിയായി വരും കേട്ടോ. അങ്ങനെ വാപ്പാക്ക് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു. വാപ്പ അതെല്ലാം കുടിച്ചിട്ട് നേരെ പള്ളിയിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇക്കായാണെങ്കിൽ ഇവിടെ ഇല്ല കേട്ടോ. ഇക്ക ഒരാവശ്യമായിട്ട് തമിഴ്നാട്ടിൽ പോയത് തന്നെ. അപ്പോൾ ഇന്ന് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ രാവിലെ എത്താൻ പറ്റിയില്ല, വൈകുന്നേരം ആകും. അതുകൊണ്ട് തന്നെ ആദിലിനോട് ഇവിടെ അടുത്തുള്ള പള്ളിയിലോട്ട് പോകാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ കുളിച്ചൊരുങ്ങി പോകണം. അപ്പോൾ എന്നോട് പിണക്കത്തിലാണ് അവൻ. കാരണം ഞാൻ അവനെ ഒരു വഴക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെച്ചെടുത്ത് ഒരു സാധനവും വെക്കത്തില്ല. അതുകൊണ്ട് വഴക്ക് കൊടുത്തതുകൊണ്ട് ഇനി എന്നെ വീഡിയോ എടുക്കേണ്ട, എന്നെ ആരും കാണണ്ടെന്നൊക്കെ പറഞ്ഞ് പിണങ്ങി പോയി കേട്ടോ. അതിനുശേഷം ഞാൻ നമ്മുടെ ചിക്കനൊക്കെ പൊരിച്ചെടുത്തു, ചിക്കൻ കറി ചൂടാക്കിയെടുത്തു. പിന്നെ നമ്മുടെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, എന്നെയൊക്കെ കഴുകിയെടുത്തതിന് ശേഷം പാലടയ്ക്ക് അരിയെല്ലാം അരച്ചെടുത്തു കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ മെനക്കെട്ട പരിപാടി. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കണം, പിന്നെ അത് അരച്ചെടുക്കണം. അങ്ങനെ അതെല്ലാം സെറ്റാക്കി ചുട്ടെടുത്തിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു പാകപ്പിഴ വന്നതുപോലെ എനിക്കൊരു ചെറിയ തോന്നില്ല. അങ്ങനെ എല്ലാം റെഡിയായപ്പോഴത്തേക്കും ഞാൻ അത് ഓരോ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും വന്നാൽ കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലത്തെ കരൾ കറിയുടെ ചട്ടി കൂടെയുണ്ട്. എനിക്ക് പിന്നെ അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഒരു 8:30 മണി കഴിഞ്ഞപ്പോഴത്തേക്കും വാപ്പ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ അതിൽ കൂട്ടുകാരോട് വർത്താനം പറഞ്ഞ് അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വാപ്പ കാപ്പി കൊടുത്തിട്ട് ഞാൻ കുളിച്ചൊരുങ്ങാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും നൈറ്റി അടിച്ചിട്ടില്ല. പിന്നെ ഞാൻ നേരെ വെച്ച് പിടിച്ചു ആ നൈറ്റി എടുത്തുകൊണ്ട് നാത്തൂൻ്റെ മെഷീനിലോട്ട് കേട്ടോ. പെരുന്നാൾ പ്രമാണിച്ച് നാത്തൂനും പിള്ളേരും കൂടെ അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ, ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് താഴോട്ട് പോയി എൻ്റെ നൈറ്റിയെല്ലാം നല്ലോണം ചവിട്ടി തിരുമ്മി അടിച്ച് പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കൊണ്ടുവന്നൊരു കുളിയൊക്കെ പാസ്സാക്കി നൈറ്റിയെല്ലാം ഇട്ട് നോക്കിയേട്ടാ. ഇട്ടപ്പോൾ നൈറ്റിയൊക്കെ കൊള്ളാം. ഇനി പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കരൾ ചട്ടിയിലോട്ട് എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കൊണ്ടുവച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വാപ്പയുടെ സഹോദരി വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റിക്ക് ഇന്ന് ഇതുവഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പെരുന്നാളിനും ആൻറ്റി നമ്മുടെ വീട്ടിൽ നമ്മൾ ക്ഷണിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആൻറ്റി അല്ലാതെ തന്നെ വന്നതാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി വന്നപ്പോഴത്തേക്ക് ആൻറ്റി ഇറച്ചിയൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് 2 ഉറട്ടി കൊടുത്തു കേട്ടോ. അങ്ങനെ ആൻറ്റി ഉറട്ടി മാത്രമായിട്ട് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ആൻറ്റി കൊണ്ടുവന്ന മുട്ടായിയൊക്കെ ആദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള സെറ്റപ്പായി വെള്ളമൊക്കെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അരിയിടാനുള്ള. പിന്നെ ഇപ്പുറത്തെ അടുപ്പിലാണെങ്കിൽ ദമ്മ് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാനുള്ള മസാല തയ്യാറാക്കിയാലോ. ദമ്മെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. അണ്ടിപ്പരിപ്പ് മുന്തിരിപ്പഴവും വറുത്തിടാൻ മറന്നുപോയി. അങ്ങനെ ആ കവർ അതിൻ്റെ അടിയിലോട്ട് കയറി ഇരുന്നു കേട്ടോ, ഗ്യാസ് സ്റ്റൗവിൻ്റെ. അതുകൊണ്ടാണ് എനിക്ക് ആ അബദ്ധം പറ്റിപ്പോയത്. അങ്ങനെ പിന്നെ ഞാൻ അതിനെല്ലാം എടുത്ത് മാറ്റി വെച്ച് വേറൊരു ദിവസം വെക്കുമ്പോഴത്തേക്ക് എടുക്കാമല്ലോ എന്ന്. എന്നിട്ട് ദമ്മ് പൊട്ടിച്ച് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ചോറും കഴിച്ചും കൊണ്ട് അവൻ പള്ളിയിലോട്ട് ഇറച്ചി വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ വാപ്പാക്കും കുറച്ച് ചോറ് കൊടുത്തിട്ടുണ്ട്. വാപ്പായും കഴിച്ചിട്ട് വേണം ഇനി ഇറച്ചി വാങ്ങാനായിട്ട് പോകാനായിട്ട്. പിന്നെ ഉമ്മാക്കും ആൻറ്റിക്ക് താഴെ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അവർ നാത്തൂനും കൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മുകളിലോട്ട് വന്നപ്പോൾ വാപ്പാക്ക് ചോറ് കൊടുത്തു. വാപ്പ ചോറും കഴിച്ചുകൊണ്ട് നേരെ പള്ളിയിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിലാണ് ആദ്യം ഇറച്ചിയായിട്ട് എത്തിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇറച്ചി ഞാൻ പാത്രത്തിലോട്ട് ഇങ്ങനെ തട്ടിയിട്ടതിന് ശേഷം എനിക്കിനി ഇത് അരിയാനായിട്ട് കട്ടിംഗ് ബോർഡിൻ്റെ ആവശ്യമുണ്ട്. ഞാനിതൊന്നും കഴിക്കത്തില്ലെങ്കിൽ എല്ലാവർക്കും വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ ബീഫും പോത്തും ഒക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അതെല്ലാം കൂടെ അരിഞ്ഞ് ഇങ്ങനെ പീസാക്കി ഇങ്ങനെ എടുത്തുകൊണ്ട് ഇരുന്നപ്പോഴാണ് പുറത്ത് നിന്നൊരു വിളി, മോളെ ഞാൻ എത്തിയെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ ഓടി വെളിയിലോട്ട് പോയി നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഡാഡി വന്നിട്ടുണ്ട് കേട്ടോ, ഇറച്ചിയായിട്ട്. അങ്ങനെ ഡാഡിയുടെ ഇറച്ചിയും കൂടെ കൊണ്ടുവന്ന് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് തട്ടി. 2 പേര് 2 പള്ളിയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് എൻ്റെ തൂക്കത്തിലും വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് തട്ടിയിട്ടു. ഇനി വെട്ടിക്കണ്ടിക്കുക എന്നുള്ള പാടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മുഴുത്ത എല്ലുകൾ കൂടി ഇതിൽ കാണും കേട്ടോ. നമ്മുടെ പിച്ചാത്തിക്കാണെങ്കിൽ വളരെ മുറിച്ചതുകൊണ്ട് പറയുകയും വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ വെട്ടിമുറി. അങ്ങനെ വല്ല വിധേനെ ഞാൻ ഒരു വിധം ഇടിച്ചും പൊടിച്ചുമൊക്കെ എങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ വെട്ടിപ്പറിച്ച് ഇറച്ചിയൊക്കെ അരിഞ്ഞെടുത്ത് എല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കി വിവിധ പാത്രങ്ങളിലോട്ടാക്കി മാറ്റി വെച്ചിട്ടോ. കുറച്ചിന്ന് രാത്രി വെക്കണം, കാരണം വാപ്പാക്കും ഉമ്മാക്കും ബീഫ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറി ഒന്നും വേണ്ട. അങ്ങനെ വാപ്പാക്ക് ഒരു മോഹം, അതിനെ കൊണ്ട് ഒരു സിനിമയ്ക്ക് പോകണമെന്ന്. അങ്ങനെ അപ്പൂപ്പനും ചെറുമനും കൂടെ സിനിമയ്ക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.